നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കാം അതിവേഗം. മുനമ്പം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിശ്വാസമെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ. വിഷയം സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിച്ചെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ആർച്ച് ബിഷപ്പ്. ബി.ജെ.പി. ഭരണത്തിൽ മതേതരത്വം ഇല്ലാതാകുന്നുവെന്ന് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മുനമ്പത്ത് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ബി.ജെ.പി. ആർ.എസ്.എസ്. ശ്രമം പൊളിഞ്ഞെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. മോദിക്കും അമിത്ഷായ്ക്കും മറുപടിയുമായി എം.കെ. സ്റ്റാലിൻ. ദില്ലിക്ക് മുന്നിൽ തലകുനിക്കുന്ന സംസ്ഥാനമായിരിക്കില്ല തമിഴ്നാട്. മറ്റു സ്ഥലങ്ങളിലെ വിഭജന തന്ത്രം തമിഴ്നാട്ടിൽ വിജയിക്കില്ലെന്നും എം.കെ. സ്റ്റാലിൻ. നടൻ ഷൈം ടോം ചാക്കോ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. നോട്ടീസ് നൽകി പോലീസ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ ഷൈം ടോം ചാക്കോയ്ക്കെതിരെ എക്സൈസ് അന്വേഷണം. സിനിമാ സെറ്റുകളിൽ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. നിയമ നടപടികൾക്ക് താൽപര്യമില്ലെന്ന് വിൻസി അലോഷ്യസിന്റെ കുടുംബം. കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവന്ന് തിരുവനന്തപുരത്തെ ഹെഡ് ഗവാർ റോഡ്. കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്ത് ആർ.എസ്.എസ്. നേതാവിന്റെ പേരിൽ റോഡ് സ്ഥാപിച്ചത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും സഹായത്താൽ എന്ന് ബി.ജെ.പി. നേതാവ് എം.എസ്. കുമാർ. കോട്ടയത്ത് അഭിഭാഷകയും മക്കളും മരിച്ച സംഭവത്തിൽ മൊഴിയിലുറച്ച സഹോദരങ്ങൾ. ഭർത്താവിന്റെ വീട്ടിൽ ജിസ്മോൾ മാനസിക പീഡനം അനുഭവിച്ചെന്ന് ആവർത്തിച്ച സഹോദരൻ. പണത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും ഭർത്താവിന്റെ അമ്മ പീഡിപ്പിച്ചു. പോലീസിൽ മൊഴി നൽകി ജിസ്മോളുടെ അച്ഛനും സഹോദരനും. യേശുവിന്റെ പീഡാനുഭവ സ്മരണകളിൽ ദുഃഖവെള്ളി ആചരിച്ച വിശ്വാസികൾ. പള്ളികളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും. മലയാറ്റൂർ അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് ക്രിസ്ത്യൻ സംഘടന കാസ സുപ്രീം കോടതിയിൽ. മുസ്ലിം ലീഗ് നൽകിയ ഹർജിയിൽ കക്ഷി ചേരാനാണ് അപേക്ഷ നൽകിയത്. ബംഗാളിൽ കലാപത്തിന് ആഹ്വാനം ചെയ്ത് ബി.ജെ.പി. ഹിന്ദുക്കൾ വീടുകളിൽ ആയുധം കരുതണമെന്ന് ബി.ജെ.പി. നേതാവ്. പ്രകോപന പരാമർശം നടത്തിയത് ബംഗാൾ ബി.ജെ.പി. മുൻ അധ്യക്ഷൻ ദിലീപ് ഘോഷ്. പാലക്കാട് നഗരസഭാ കെട്ടിടത്തിന് ഹെഡ് ഗവാറിന്റെ പേര് നൽകിയത് ദുഃഖകരമെന്ന് സി.പി.എം. ജനറൽ സെക്രട്ടറി എം.എ. ബേബി. ഗോൾവാക്കർ, ഹെഡ് ഗവാർ ഇങ്ങനെയുള്ളവരെയാണോ സമൂഹത്തിൽ ഉയർത്തിക്കാട്ടേണ്ടതെന്നും എം.എ. ബേബി. പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ കേന്ദ്രത്തിന് ആർ.എസ്.എസ്. മേധാവിയുടെ പേരിടുന്നത് ഉചിതമല്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ആർ.എസ്.എസിന്റെ അജണ്ടയുടെ ഭാഗമായാണ് പാലക്കാട് നഗരസഭ പഠന കേന്ദ്രത്തിന് ഹെഡ് ഗവാറിന്റെ പേരിട്ടതെന്ന് എ.കെ. ബാലൻ. കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത്. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മുഗൾ ഭരണാധികാരി ഔറംഗസീബിന്റെ ചിത്രത്തിൽ കറുത്ത പെയിന്റ് പൂശി സംഘപരിവാർ. ഗാസിയാബാദിലെ റെയിൽവേ സ്റ്റേഷനിലെ ചിത്രത്തിലാണ് ജയ് ശ്രീറാം വിളികളുമായി എത്തി സംഘം കറുത്ത പെയിന്റ് ഉപയോഗിച്ച് ചിത്രം വികൃതമാക്കിയത്. യുവമോർച്ച പ്രാദേശിക നേതാവിനെ ബി.ജെ.പി. മണ്ഡലം സെക്രട്ടറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. യുവമോർച്ച നേതാവ് അക്ഷയെയാണ് ചാലക്കുടി മണ്ഡലം സെക്രട്ടറി ടി.സി. സിദ്ധൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്.
കോൺഗ്രസ് നേതാക്കളുടെ തുടർച്ചയായുള്ള സൈബർ ആക്രമണത്തിന് പരോക്ഷ മറുപടിയുമായി ദിവ്യ എസ് അയ്യർ. പ്രവർത്തന മേഖലയിൽ മികവ് പുലർത്തുന്നവരെ അഭിനന്ദിക്കുന്നത് പതയല്ല, പതിവാണ്, ഇനിയും തുടരുമെന്ന് ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. നാളെ പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ദില്ലിയിൽ വിളിച്ചു ചേർക്കും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മഹാഗഡ്ബന്ധൻ സഖ്യം. പ്രതിപക്ഷ ഇന്ത്യ സഖ്യ നേതാക്കൾ പട്നയിൽ യോഗം ചേർന്ന് തേജസ്വി യാദവിനെ ഏകോപന സമിതി നേതാവായി തെരഞ്ഞെടുത്തു. വനിതാ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിലെ 45 പേർക്ക് കൂടി നിയമന ശുപാർശ നൽകി സംസ്ഥാന സർക്കാർ. ആകെ 341 ഒഴിവുകളിൽ 296 ഉദ്യോഗാർത്ഥികളുടെ നിയമന ശുപാർശ നൽകിയിരുന്നു. ബാക്കിയുള്ള 45 പേർക്കാണ് നിയമന ശുപാർശ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു. 70 ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കും. ടൗൺഷിപ്പിലേക്കുള്ള റോഡുകളുടെ നിർമ്മാണവും ആരംഭിച്ചു. പത്തനംതിട്ടയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ഒരു മരണം. അപകടമുണ്ടായത് റാന്നി ചെല്ലക്കാട്ട്. ഇടുക്കി കൊമ്പടിഞ്ഞാലിന് സമീപം വിനോദസഞ്ചാരികളുടെ മിനി ബസ് മറിഞ്ഞ അപകടം. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശികൾ സഞ്ചരിച്ച വാഹനം. 9 പേർക്ക് പരിക്ക്. വയനാട്ടിൽ KSRTC സ്വിഫ്റ്റ് ബസിന് നേരെ ആക്രമണം. ബൈക്കുകളിലെത്തിയ 3 പേരാണ് ബസിന്റെ ചില്ല് തകർത്തത്. ഇന്നലെ രാത്രി 9:30യോടെയാണ് സംഭവം. പാലക്കാട് മുണ്ടൂർ കയറംകോട് വീണ്ടും കാട്ടാനക്കൂട്ടം. ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകളെ വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് കാട് കയറ്റി. തിരുവനന്തപുരം പോത്തൻകോട് യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കഞ്ചാവ് വിൽപ്പന പോലീസിനെ അറിയിച്ചതിന്റെ പേരിലാണ് ആക്രമണം. കാട്ടായിക്കോണം പട്ടാരി സ്വദേശികളായ സഹോദരങ്ങളെയാണ് ആക്രമിച്ചത്. സംഭവത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ കുട്ടിയുടെ നേർക്ക് കുരച്ച നായയെ യുവാവ് ക്രൂരമായി ഉപദ്രവിക്കുകയും കാറിൽ കെട്ടിവലിക്കുകയും ചെയ്തതായി പരാതി. ഡംഗൌറിൽ അയൽവാസിയുടെ വീടിന് പുറത്ത് കെട്ടിയിരുന്ന നായ കുട്ടിയുടെ നേർക്ക് കുരച്ചു എന്നാരോപിച്ചാണ് യുവാവ് ആക്രമണം നടത്തിയത്. ഹൈദരാബാദിൽ മക്കളെ കൊന്ന് അമ്മ ജീവനൊടുക്കി. മക്കളെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ അമ്മ തേജസ്വിനി ജീവനൊടുക്കുകയായിരുന്നു. മക്കൾക്കും ജനിതക നേത്രരോഗം സ്ഥിരീകരിച്ചതോടെയാണ് മക്കളെ കൊലപ്പെടുത്തിയതെന്ന് റിപ്പോർട്ട്. ഉത്തർപ്രദേശിൽ ബലാത്സംഗ കേസ് പ്രതിയെ കാളവണ്ടിയിൽ കെട്ടിവലിച്ചതായും നഗ്നാക്കി നടത്തിയതായും ആരോപണം. ബഹ്റൈച്ച് ജില്ലയിലാണ് സംഭവം. യുവാവിനെ കാളവണ്ടിയിൽ കെട്ടിവലിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു. IT കമ്പനിയായ ഇൻഫോസിസിൽ 240 ട്രെയിനികളെ പിരിച്ചുവിട്ടു. മൈസൂരു ട്രെയിനിംഗ് ക്യാമ്പസിൽ നിന്ന് 240 എൻട്രി ലെവൽ ട്രെയിനികളെയാണ് പിരിച്ചുവിട്ടത്. ആഭ്യന്തര പരീക്ഷയിൽ പാസ്സായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൂട്ട പിരിച്ചുവിടൽ.
രാജസ്ഥാനിൽ അപകടത്തിൽ പരുക്കേറ്റ മകന് കൂട്ടുവന്ന അച്ഛനും ശസ്ത്രക്രിയ നടത്തി. രാജസ്ഥാനിലെ കോട്ട മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് മകനെ കാത്തുനിന്ന പിതാവിനാണ് ഹീമോ ഡയാലിസിസ് മുന്നോടിയായുള്ള ശസ്ത്രക്രിയ നടത്തിയത്. ബുദ്ധന്റേതെന്ന് കരുതുന്ന പല്ല് പ്രദർശനത്തിന് വെച്ച് ശ്രീലങ്കയിലെ കാണ്ടിയിലാണ് സംഭവം. പ്രദർശനം വെള്ളിയാഴ്ച ആരംഭിച്ചതായി ഔദ്യോഗിക പ്രസ്താവന. ഏപ്രിൽ 27 വരെയാണ് പ്രദർശനം. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന അന്ത്യശാസനവുമായി US. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. പാകിസ്ഥാൻ ഔദ്യോഗികമായി ക്ഷമാപണം നടത്തണമെന്ന് ബംഗ്ലാദേശ്. 1971 വിമോചന യുദ്ധത്തിൽ സായുധ സേന നടത്തിയ വംശഹത്യയ്ക്കാണ് ക്ഷമാപണം ആവശ്യപ്പെട്ടത്. ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി MD ജാഷിം ഉദ്ദീനും പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി അംന ബലൂച്ചും നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം പറഞ്ഞത്. ടെക്സസിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട അധ്യാപിക അറസ്റ്റിൽ. 31-കാരിയായ കാറ ഹെർണാണ്ടസ് ആണ് അറസ്റ്റിലായത്. ടെക്സസിലെ ഒരു ഹൈസ്കൂളിൽ അധ്യാപികയായിരുന്നു കാറ. ഡിസ്നിയുടെ സ്നോ വൈറ്റ് റീമേക്കിംഗ് ലബനനിൽ വിലക്ക് ഏർപ്പെടുത്തി. ഇസ്രായേൽ നടി ഗാൽ ഗാഡറ്റ് അഭിനയിച്ചതിനെ തുടർന്നാണ് വിലക്ക്. ഗാൽ ഗാഡറ്റ് ആണ് ചിത്രത്തിൽ രാജ്ഞിയായി വേഷമിടുന്നത്. നവോദയ ജുബൈൽ ടൗൺ ഏരിയ കുടുംബവേദി വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. നവോദയ ജുബൈൽ ടൗൺ കുടുംബവേദി ഏരിയ പ്രസിഡന്റ് അനിത സുരേഷ് കൺവെൻഷൻ അധ്യക്ഷത വഹിച്ചു. വനിതാ കൺവെൻഷൻ നവോദയ കുടുംബവേദി കേന്ദ്ര കമ്മിറ്റി അംഗം അമൽ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. UAEയിലെ പാചകറാണിമാരുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയായ കോമ്പറ്റീറ്റേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഗമം ശ്രദ്ധേയമായി. വൈബ്രന്റ് വൈബ്സ് ബൈ കോമ്പറ്റീറ്റേഴ്സ് എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു. സൂര്യ ചിത്രം റെട്രോയുടെ മാസ് ട്രെയിലർ റിലീസ് ചെയ്തു. സൂര്യയ്ക്കൊപ്പം മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ ജയറാമും ജോജുവും ചിത്രത്തിലുണ്ട്. 1 മിനിറ്റും 14 സെക്കൻഡും ദൈർഘ്യമുള്ള ട്രെയിലർ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അൽഫോൺസ് പുത്രനാണ്. ചിത്രം മെയ് 1 തിയേറ്ററുകളിലെത്തും. വിക്രം നായകനായ ചിത്രം വീരധീരസൂരന്റെ OTT റിലീസ് പ്രഖ്യാപിച്ചു. ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് ചിത്രം OTTയിലെത്തുക. ഏപ്രിൽ 24 മുതലാണ് വിക്രം ചിത്രത്തിന്റെ സ്ട്രീമിംഗ്. സംവിധായകൻ സുനിൽ സംവിധാനം ചെയ്യുന്ന കേക്ക് സ്റ്റോറിയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചിത്രം നാളെ മുതലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിൽ സംവിധായകൻ സുനിലിന്റെ മകൾ വേദ സുനിലാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സിനിമയുടെ ടീസറും പാട്ടും ഇതിനകം യൂട്യൂബിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രം എമ്പുരാൻ ഏപ്രിൽ 24 OTTയിൽ റിലീസ് ചെയ്യും. എമ്പുരാൻ ആഗോളതലത്തിൽ 250 കോടി രൂപയ്ക്ക് മേലെ കളക്ഷൻ നേടി. OTT വിൽപ്പനയിൽ വമ്പൻ തുകയ്ക്കാണ് ചിത്രം വിറ്റുപോയത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം സ്ട്രീം ചെയ്യുക. തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ കയ്യടി നേടി എന്ന കൊച്ചു ചിത്രം. ആമസോൺ പ്രൈമിൽ പ്രദർശനത്തിനെത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ക്യാമ്പസ് രാഷ്ട്രീയവും പ്രണയവും ചർച്ച ചെയ്യുന്ന സിനിമ ഷേക്സ്പിയറിന്റെ ഒഥല്ലോയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. സ്മാർട്ട് ഫോണായ ഓപ്പോ K30 ഇന്ത്യയിൽ പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നു. ഈ സ്മാർട്ട് ഫോൺ ഏപ്രിൽ 21 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 20,000-ൽ താഴെ വിലയിൽ ഗെയിമിംഗും മൾട്ടി ടാസ്കിംഗും ചെയ്യാൻ കഴിവുള്ള എല്ലാ പ്രീമിയം പ്രകടനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇതെന്ന് റിപ്പോർട്ട്. പുതിയ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് കൂടി പ്രഖ്യാപിച്ച റിയൽമി 14T 5G എന്നാണ് റിയൽമി 5G ഫോണിന്റെ പേര്. പുതിയ ഫോൺ ഏപ്രിൽ 25 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് റിയൽമി സ്ഥിരീകരിച്ചു.
റിയൽമി 14 സീരീസിലേക്ക് വരുന്ന ഈ പുതിയ സ്മാർട്ട് ഫോണിന്റെ പ്രധാന പ്രത്യേകത മികച്ച ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 കരുത്തുമായി നുബിയ റെഡ് മാജിക് 10 എയർ ചൈനയിൽ ലോഞ്ച് ചെയ്തു. റെഡ് മാജിക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും കനം കുറഞ്ഞ ഫുൾ സ്ക്രീൻ ഫോണാണിത്. പ്രോസസർ ശക്തമായ പിന്തുണ നൽകാൻ 60 GB വരെ റാമും 512 GB വരെ സ്റ്റോറേജും ഇതിലുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് FC കലിംഗ സൂപ്പർ കപ്പ് 2025 27-അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. പുതിയ പരിശീലകൻ ഡേവിഡ് കാറ്റ്ലേക്ക് കീഴിലുള്ള ആദ്യത്തെ പ്രധാന ടൂർണമെന്റാണിത്. ഏപ്രിൽ 20 ഭുവനേശ്വറിലാണ് കലിംഗ സൂപ്പർ കപ്പ് 2025 ആരംഭിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് ഈ സീസണിലെ ശേഷിക്കുന്ന IPL മത്സരങ്ങൾക്കായി ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻ ഡവാൾ ബ്രെവിസിനെ ടീമിലെത്തിച്ചു. പരിക്കേറ്റ സ്പിന്നർ ഗുർജപ്നീത് സിംഗിന് പകരക്കാരനായാണ് ഡവാൾ എത്തിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ പുതിയ സെൻട്രൽ കോൺടാക്ട് ലിസ്റ്റ് BCI ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യത. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച യുവതാരം അഭിഷേക് ശർമ്മ 1 കോടി രൂപയുടെ വാർഷിക പ്രതിഫലം ലഭിക്കുന്ന ഗ്രേഡ് സിയിൽ ഉൾപ്പെടാൻ സാധ്യത. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.